We are setting up, under the authority of this court, a national task force. We want them to make us recommendations in regard to the modalities to be followed across India. We're not only talking of the Ajikar Medical College and Hospital. കൊൽക്കത്തയിലെ ആർജിക്കർ ഹോസ്പിറ്റലിൽ ട്രെയിനി ഡോക്ടറെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി സുവമോട്ടോ കേസ് എടുത്തിരുന്നു. ഈ കേസിൽ ഇന്നലെ സുപ്രീം കോടതി വാദം കേൾക്കുകയും ഒടുവിൽ നാഷണൽ ടാസ്ക് ഫോഴ്സിനെ അഥവാ ദേശീയ ദൗത്യസേനയെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ സുരക്ഷ, തൊഴിൽ സാഹചര്യം, മറ്റു ക്ഷേമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദേശീയ തലത്തിൽ മാർഗരേഖ തയ്യാറാക്കാനുള്ള ശുപാർശകൾ നൽകുക എന്നതാണ് നാഷണൽ ടാസ്ക് ഫോഴ്സിന്റെ ചുമതല. ഇടക്കാല റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകവും 2 മാസത്തിനുള്ളിൽ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ദൗത്യസേനയോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 2 വിഭാഗമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ്. അതിലൊന്നിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വയലൻസുകളും തടയുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശകളും, രണ്ടാമത്തെ വിഭാഗത്തിൽ ഇന്റേൺസ്, റെസിഡൻസ്, സീനിയർ റെസിഡൻസ്, ഡോക്ടേഴ്സ്, നഴ്സസ് എന്നിങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും അന്തസ്സോടെയും സുരക്ഷിതമായതുമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കാനുള്ള ആക്ഷൻ പ്ലാനുമാണ്. സുപ്രീം കോടതി ചില പ്രശ്നങ്ങൾ ഇതിനൊപ്പം ഫ്ലാഗ് ചെയ്യുന്നുണ്ട്. ആവശ്യമായ വിശ്രമ മുറികളില്ല, രോഗികൾക്കൊപ്പം വിശ്രമിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു, അടിസ്ഥാന തൊഴിൽ സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ 36 മണിക്കൂർ ഷിഫ്റ്റിൽ തൊഴിൽ ചെയ്യേണ്ടി വരുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്, മെഡിക്കൽ കെയർ സംവിധാനങ്ങളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, CCTV സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല, രോഗികൾക്കും അറ്റൻഡേഴ്സിനും റെസ്ട്രിക്ഷൻ ഇല്ലാത്ത വിധം എല്ലായിടത്തും കടന്നു വരാൻ സാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ സുപ്രീം കോടതി വിധിയിൽ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. നേവിയുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ സർജൻ വൈസ് അഡ്മിറൽ R.T. സരിൻ, ഡോക്ടർ D. നാഗേശ്വർ റെഡ്ഡി, ഡോക്ടർ M. ശ്രീനിവാസ്, ഡോക്ടർ പ്രതിമ മൂർത്തി, ഡോക്ടർ ഗോവർദ്ധൻ ദത്ത്, ഡോക്ടർ സൗമിത്ര റാവത്ത്, പ്രൊഫസർ അനിത സക്സേന, പ്രൊഫസർ പല്ലവി സാപ്ലെ, ഡോക്ടർ പത്മ ശ്രീവാസ്തവ എന്നിവരാണ് നാഷണൽ ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. യൂണിയൻ സംസ്ഥാന സർക്കാരുകളോട് ഓരോ ഹോസ്പിറ്റലിലും ചുമതലപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്രയുണ്ട്, ഹോസ്പിറ്റലുകളിലെ വിശ്രമമുറികൾ എത്ര എണ്ണമാണ്, ഹോസ്പിറ്റലുകളിൽ എല്ലാ ഏരിയകളും പബ്ലിക്കിന് കടന്നു ചെല്ലാൻ സാധിക്കുന്നതാണോ അല്ലയോ, ബാഗേജ് സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ഡേറ്റ ഉടൻ ശേഖരിക്കണം എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ സർക്കാരും പോലീസും കേസ് കൈകാര്യം ചെയ്ത രീതിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. വിക്ടിമിന്റെ പേരും ചിത്രങ്ങളും മുതൽ മൃതശരീരത്തിന്റെ വീഡിയോകളും വരെ മാധ്യമങ്ങളിൽ എമ്പാടും വൈറലായി പ്രചരിക്കുന്നതിൽ എക്സ്ട്രീംലി കൺസേൺഡ് ആണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ സർക്കാർ ഉടൻ തന്നെ എല്ലായിടത്തു നിന്നും ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നീക്കം ചെയ്യാനും സുപ്രീം കോടതി ഉത്തരവിടുകയുണ്ടായി. എന്തായാലും സുപ്രീം കോടതി നിയോഗിച്ച ദൗത്യസേന 2 മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പഠിച്ച് ശുപാർശകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതാണ്. ഇത് രാജ്യത്ത് മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ നടപ്പിലാവുന്നതിൽ വഴിത്തിരിവാകും.